മലയാളികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരള PSC എക്സാംസുകളിൽ മാത്രമായിട്ടാണ് പലപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ എൻട്രിക്ക് സാധിച്ചിട്ടുള്ളത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിലൂടെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിലെ കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്ന് എൻട്രിയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. 27ഓളം ഉദ്യോഗാർത്ഥികൾ RRB ജൂനിയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഇന്ന് സർവീസിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകളുണ്ട്. പലപ്പോഴും പല ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യാറില്ല, ഇത്തരം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകളെ വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും അധികം മിസ് ചെയ്തിട്ട് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനെ കുറിച്ച് പല ആളുകൾക്കും ധാരണയില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പല എക്സാംസുകളുണ്ട്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാംസ് ഉണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഉണ്ട്. പക്ഷേ ഇത്തരം എക്സാംസുകളെ കുറിച്ചൊക്കെ മലയാളികൾ ധാരണയുണ്ട്, അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നല്ല നല്ല പോസ്റ്റിൽ കയറാറുണ്ട്. എന്നാൽ അവിടെ അതേപോലെ തന്നെ ടെക്നിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. കാരണം ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അതായത് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് ഉള്ള വീഡിയോസുകൾ പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത് ഈ എക്സാമിന് മുമ്പ് ഒരു വലിയ കടമ്പുണ്ടായിരുന്നു. അതായത് ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം കൂടി വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും ഇതിൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് നിൽക്കാറുണ്ട്. കാരണം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനൊക്കെ വീണ്ടും പഠിക്കുക അല്ലേ, ബിടെക് ഒക്കെ കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടി വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ആളുകളുണ്ട്. എന്നാൽ അതൊക്കെ എടുത്തു മാറ്റി ഒബ്ജക്റ്റീവ് എക്സാം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജെയിൽ. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, ഇതിന്റെ എക്സാം എപ്പോൾ വരും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു അൺസർട്ടനിറ്റിക്കും പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRBയുടെ കേസിലാണെങ്കിൽ അതിന്റെ കലണ്ടറൊക്കെ അവർ പബ്ലിഷ് ചെയ്യും. കലണ്ടർ ഒരു വഴിക്ക് വരും, നോട്ടിഫിക്കേഷൻ വേറൊരു വഴിക്ക് വരും, എക്സാം വേറൊരു വഴിക്ക് പോകും. ഈ രീതിയിലായിരുന്നു പലപ്പോഴും RRB എക്സാംസുകൾ വരാറുള്ളത്. തീർച്ചയായിട്ടും RRB എക്സാമിന് ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എന്നിരുന്നാലും എല്ലാ വർഷവും അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയറിൽ വന്നിരിക്കുന്ന ഈ ഒരു ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നെയിം ഓഫ് എക്സാമിനേഷൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ 2026 ആണ്. ടയർ ഓർ ഫേസ് പേപ്പർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് ആണ്. ഓക്കെ, മാർച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ നോട്ടിഫിക്കേഷൻ അത്ര വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ മാർച്ച് മുതൽ ഏപ്രിൽ വരെ അപ്ലൈ ചെയ്യാം. മന്ത് ഓഫ് എക്സാം എന്ന് പറയുന്നത് മെയ് ജൂൺ ആണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്. അതായത് എക്സാക്ട് ഡേറ്റ് അല്ല, ഒരു മെയ് ജൂണിൻ്റെ ഉള്ളിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫെബ്രുവരിയിലാണ് അല്ലേ. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഒരു 4 മാസത്തെ പ്രിപ്പറേഷൻ ടൈം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ SSC ജൂനിയർ എഞ്ചിനീയറിൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ വളരെ എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അല്ലേ. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പവർ സെക്ടറിലുള്ള ജോബുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജൂനിയർ എഞ്ചിനീയേഴ്സിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും. അതേപോലെ തന്നെ ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയിലും അതേപോലെ തന്നെ സെൻട്രൽ PWDയിലൊക്കെ CPWDയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു പോസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, മികച്ച അവസരം ലഭിക്കാൻ പോവുകയാണ്. സോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ ഓപ്പർച്യൂണിറ്റി ഇനി ഒരു മലയാളി മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, എക്സാമിന്റെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് മാർച്ചിലാണ്. അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരികയാണ്. നോട്ടിഫിക്കേഷൻ വന്ന് കേവലം 1-2 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, അതിന്റെ എക്സാംസും കണ്ടക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. അപ്പോൾ എൻട്രിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അവസരവും നിങ്ങൾ മിസ് ചെയ്യരുത്. 2026 ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.